14 വയസ്സ് വരെ ഞാൻ മൂക്ക് വെച്ച് സംസാരിച്ച ഒരു വ്യക്തിത്വമാണ് ഞാൻ. ശബ്ദം കൊണ്ട് അവഗണിക്കപ്പെട്ടവന് ഇന്ന് ഞാൻ അറിയുന്നത് എന്റെ വോയിസ് കൊണ്ടാണ്. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നും വേണം. എന്നെ ഏതൊക്കെ വേദിയിൽ നിന്ദിച്ചോ ആ വേദിയിലെല്ലാം ചെന്ന് പാടാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. എവിടെ അവഗണിക്കപ്പെട്ടോ അവിടെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എവിടെ ഉടയപ്പെട്ടോ താങ്കളെ അവിടെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ലോകത്ത് ജനിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. ഞാൻ ജനിച്ചു വീഴപ്പോൾ തന്നെ എനിക്ക് മിൽക്ക് കുടിക്കാൻ കഴിയില്ല. എനിക്ക് അത് വലിച്ചു കുടിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ലായിരുന്നു. എനിക്ക് അണ്ണാക്കില്ലായിരുന്നു. അങ്ങനെ ആകെ ബുദ്ധിമുട്ടി എൻ്റെ മമ്മി ആ ഫീഡിങ് ബോട്ടിൽ വലിയ ഹോൾ ഇട്ടിട്ടാണ് എന്നെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. വളർന്നു വന്നപ്പോഴാണ് ആ വേദന എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ടീച്ചേഴ്സിന്, എൻ്റെ ബന്ധുക്കളൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഞാൻ മൂക്ക് വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. ആ മൂക്ക് വെച്ച് സംസാരിക്കുമ്പോൾ തിരിച്ചവരെന്നോട് അതേ ടോണിൽ തന്നെ ഞാൻ എങ്ങനെ സംസാരിക്കുന്നോ അതുപോലെ തന്നെ അവരെന്നോട് സംസാരിക്കുമായിരുന്നു. സത്യത്തിൽ എന്നെ കൊല്ലുന്നതിൻ്റെ വേദന, അത്രയും വേദനയായിരുന്നു ഞാൻ അനുഭവിച്ചത്. ഞാൻ അവരോട് അവർ സന്തോഷമാണോ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ ടോണിൽ മൂക്ക് വെച്ച് സംസാരിക്കുന്നതിൻ്റെ വേദന നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. ഞാനത് നന്നായി അനുഭവിച്ച ഒരു വ്യക്തിയാണ്. തീർന്നില്ല, ഈ മൈക്ക് പിടിക്കാൻ കൊതിച്ച വർഷങ്ങളുണ്ട്. എൻ്റെ ചർച്ച് കൊയറിൻ്റെ അകത്ത് അവരെല്ലാവരും പാടുമ്പോൾ എനിക്ക് പാടാൻ കഴിയില്ല. കാരണം മൂക്ക് വെച്ച് പാടുന്നവനെ ആരാച്ചാ വേദി കൊടുക്കുക, ആരാ അവന് മൈക്ക് കൊടുക്കുക. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ എനിക്ക് മൈക്ക് പോലും ഇല്ല. ആ സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇരുന്ന് പാടും. അവിടെ ഇരുന്ന് അറിയാമെന്നുള്ള പാട്ടുകൾ പാടും. അപ്പോഴും ആൾക്കാരുടെ മുഖത്ത് ഒരു ചിരിയാണ്. കാരണം കളിയാക്കലാണ്. കാരണം ഇവനൊന്നും വേദി കിട്ടത്തില്ല, ഇവൻ്റെ ശബ്ദം ക്ലാരിറ്റി ഇല്ല. സത്യമല്ലേ? റോഡിൽ പാടുന്നവർക്ക് പോലും എന്തോരം ക്ലാരിറ്റിയാണ്, അവർക്ക് പോലും നല്ല ശബ്ദമുണ്ട്. പക്ഷെ അന്നും ഞാൻ കേൾക്കുന്ന ദൈവശബ്ദം, അന്നും എൻ്റെ മാതാവ് കേൾക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്. ദൈവമക്കളെ, എൻ്റെ മാതാവ്, എൻ്റെ എത്ര ദൈവദാസന്മാർ വന്നാലും പറയും, ഇവൻ പാടും, ഇവൻ രാജ്യങ്ങളിൽ പ്രസംഗിക്കും, ദേശാന്തരങ്ങളിൽ സഞ്ചരിച്ച് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കും എന്ന് പറയുമ്പോൾ അമ്മ ആമേൻ പറയും. പക്ഷേ തമ്പുരാനോട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ തമ്പുരാനോട് ചോദിച്ചു, കർത്താവേ ഇതെങ്ങനെ സംഭവിക്കും? കാരണം എനിക്ക് ഇവൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്, നിവിൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നിവിൻ ആരെങ്കിലും പറയണമെങ്കിൽ അത് മനസ്സിലാക്കണ്ടേ കർത്താവേ? ഈ മൂക്ക് വെച്ച് സംസാരിക്കുന്ന ആരാ കർത്താവേ വേദി കൊടുക്കുക? ആരാ അവനെ മൈക്ക് കൊടുക്കുക? അവൻ പറയുന്നത് സീരിയസ് ആണെങ്കിൽ അത് കോമഡി ആയിട്ടല്ലേ കർത്താവേ വരത്തുള്ളൂ. പക്ഷെ ആ ദൂത് കേട്ടിട്ട് മമ്മി മൗനമായിട്ടിരുന്നില്ല. മമ്മി അറിയാവുന്നുള്ള ലെവലിൽ എന്നെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അറിയാവുന്നുള്ള ലെവലിൽ എന്നെ 3 ലാംഗ്വേജിൽ എന്നെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അറിയാവുന്ന സരിഗമ എൻ്റെ മമ്മി എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് രാവിലെ ഞാൻ ആത്മാർത്ഥമായി പറയാം, പ്രൈസ് ദി ലോർഡ്, 14 വയസ്സ് വരെ ഞാൻ മൂക്ക് വെച്ച് സംസാരിച്ച ഒരു വ്യക്തിത്വമാണ്. എൻ്റെ 14 വയസ്സിൻ്റെ ഇടയിൽ 3 ഓപ്പറേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. 3 ഓപ്പറേഷനും ക്യാൻസലായി പോയി. പത്രത്തിൽ ഒരു ആഡ് കണ്ടു, വീണ്ടും ഒരു ഓപ്പറേഷൻ, ഒരു ചാൻസ് കണ്ടു. നിങ്ങൾക്കറിയണോ, അമേരിക്കയിൽ നിന്ന് ഡോക്ടേഴ്സ് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇതിനു വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ക്യാമ്പ് നടത്തുന്നു. ഞങ്ങൾ പ്രതീക്ഷയോടെ പോയി. 4ാം തവണയും നമ്മൾ ഔട്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് പോയത്. കയ്യിൽ പൈസയൊക്കെ ആയിട്ട് പോകുന്നു. അവിടെ ഏതാണ്ട് 300ഓളം പേഷ്യൻസ് വന്നു. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഏറ്റവും ഈസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്നത് നിവിൻ്റെ കേസാണ്. ഇപ്പം തന്നെ ഓപ്പറേഷനിലോട്ട് പോകണമെന്ന് പറഞ്ഞ് എന്നെ ഒരു ദിവസം കൊണ്ട് ഒബ്സർവേഷൻ ചെയ്തു. എൻ്റെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു. എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്ന അറിഞ്ഞുകൂടാ, 2 ദിവസത്തിൻ്റെ അകത്ത് ഞാൻ മൂക്ക് വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആള് എൻ്റെ ശബ്ദത്തെ ദൈവം മാറ്റി. പ്രൈസ് ദി ലോർഡ്. അടുത്ത് കേട്ടോ 80,000 രൂപയുടെ ഓപ്പറേഷൻ 1 രൂപ പോലും ചെലവാക്കാതെ എൻ്റെ ശബ്ദത്തെ തുറന്നെങ്കിൽ റിപ്പോർട്ട് പറയുന്നതല്ല സത്യം, യേശു പറയുന്നതാണ് സത്യം. 14 വയസ്സോട്ട് ചർച്ചിൽ പാടാൻ തുടങ്ങിയതാ. ഒരാമയും പറയാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? എന്തെങ്കിലും ഒരു വാഗ്ദത്തം പരിശുദ്ധാത്മാവ് നിങ്ങളെയോ നിങ്ങളുടെ തലമുറയെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം എത്ര കഴിഞ്ഞാലും അത് നിറവേറുക തന്നെ ചെയ്യും. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ
എന്നും വേണം. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ഈ പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നത്തില്ലായിരിക്കാം, നിങ്ങൾക്കൊന്നും തോന്നത്തില്ലായിരിക്കും. പക്ഷെ എനിക്ക് കർത്താവിനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്. പാസ്റ്റർ രാജേഷ് എല്ലപ്പാറ എഴുതിയ ഈ പാട്ട് അറിയാതെ ഒന്ന് ഞങ്ങളുടെ മുറിക്കകത്ത് നിന്ന് പാടിയതാ. പക്ഷെ അസാധാരണമായ ദൈവ സാന്നിധ്യം പാടിക്കൊണ്ടിരിക്കുമ്പോൾ വന്നു. എപ്പോഴോ ഈ വീഡിയോ ക്യാപ്ചർ ചെയ്തു, അത് ഔട്ടായി. ഇപ്പം ഭയങ്കരമായി പരിശുദ്ധാത്മാവ് അതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പാടിയതിൻ്റെ മഹത്വം, കോഡ് പിടിച്ചതിൻ്റെ മഹത്വം ഒന്നുമല്ല, ആ വരിക്കകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്, ആ ശബ്ദത്തിൻ്റെ അകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. എന്നെ ഏതൊക്കെ വേദിയിൽ നിന്ദിച്ചോ ആ വേദിയിലെല്ലാം ചെന്ന് പാടാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അവർ ലാസ്റ്റ് സ്വോത്ര കാഴ്ച കൊണ്ടുവന്നു, ഞാൻ വാങ്ങിയില്ല. അത് പ്രതികാരമല്ല, അത് ദൈവം എന്നോട് ചെയ്ത നീതിയാണ്, നീതിയാണ്, നീതിയാണ്. ഞാനൊരു ദിവസം പ്രാർത്ഥന മുറി ചെന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എല്ലാം നല്ലതാണ്, പക്ഷെ ശ്വാസവും തന്നില്ല, എനിക്ക് കാഴ്ചയും തന്നില്ല, നല്ല ശബ്ദവും തന്നില്ല. കുറച്ച് വിഷമമുണ്ട് കേട്ടോ. എന്നെ അങ്ങ് എടുക്കുക കർത്താവേ, എനിക്ക് മതിയായി, എനിക്ക് ഈ ജീവിതം മതിയായി, മടുത്തു കർത്താവേ. എത്രയെന്നും പറഞ്ഞാൽ സഹിക്കുക, എന്തോ ഒരു വേദനയെ നമ്മൾ സഹിക്കുക. അങ്ങനെ കർത്താവിനോട് കരയാൻ തുടങ്ങി. കൂടെ ഉള്ളവരെല്ലാവരും നന്നായിട്ട് പോകുമ്പോൾ ഞാൻ മാത്രം തുടങ്ങിയെടുത്ത് മാത്രം നിൽക്കുന്നു. ഞാനൊരു ബേസിക്കലി ഒരു തബലിസ്റ്റാണ്. ഒത്തിരി ടീമിന് തബല വായിച്ചു കൊടുക്കുമ്പോൾ അവരെന്നോട് പറയുന്ന മറുപടി, നിന്റെ പ്ലേയിങ് നന്നായിട്ടുണ്ട്, പക്ഷെ നിന്നെ കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ അലറി വിളിച്ച് എൻ്റെ പ്രാർത്ഥന മുറിയിൽ കരഞ്ഞു, എന്തിനൊരു ബുദ്ധിമുട്ട് ജീവിതം ദൈവമേ അങ്ങ് എനിക്ക് തന്നു. ഞാൻ ആ തബലയുടെ മുകളിൽ കമഴ്ത് കിടന്നിട്ട് നിറ കണ്ണുകളോടെ പ്രാർത്ഥിച്ചു, എന്തിന് കർത്താവ് അങ്ങ് എനിക്ക് ഈ ജീവിതത്തെ തന്നു, ശ്വാസം തന്നില്ല, കാഴ്ച തന്നില്ല, ഇപ്പൊ കഴിവ് തന്നു പ്രകടിപ്പിക്കാൻ പോലുമുള്ള വേദികളിൽ എന്നതിനെ കർത്താവേ മടുത്തു, ഇനി എനിക്ക് വേണ്ട ജീവിതം എന്ന് പറയുമ്പോൾ അന്ന് ആ പ്രാർത്ഥന മുറിക്കകത്ത് വന്നൊരു ദൈവശബ്ദം, ആരും അനുഭവിക്കാത്ത വേദന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ശുശ്രൂഷ ദൈവം നിനക്ക് തയ്ച്ചാലും, ആരും അനുഭവിക്കുന്ന ഞെരുക്കം ബ്രദർ നീ അനുഭവിക്കുന്നുണ്ടോ, ആർക്കുമില്ലാത്ത വിശാലത ഇന്ന് പകലിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി. ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഈ പാട്ടിങ്ങനെ വൈറലാകുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. കോളുകളോട് കോളുകൾ, വെറുതെ പറയല്ല കേട്ടോ, ഇഷ്ടംപോലെ കോളുകൾ എനിക്ക് വരുന്നു. അവരെല്ലാം പറയുന്ന ആച്ചാ വോയിസ് നന്നായിട്ടുണ്ട്. ഞാനും ആ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ എന്നെ പ്രാർത്ഥന മുറിയിച്ചെന്നിട്ട് പറയാം, കർത്താവേ ഒരു വല്ലാത്ത കാലഘട്ടം എൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇന്ന് ഈ വോയിസിൻ്റെ അകത്ത് അഭിഷേകം ചലിക്കുന്നു, ദൈവ സാന്നിധ്യം കൊണ്ട്, ദൈവ സ്നേഹം കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ പ്രാർത്ഥന മുറിയിൽ പാടിപ്പോയി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ചർച്ച പാടിയട്ടെ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നും വേണം. എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. ലോകം അവഗണിച്ചതിനെ യേശു പരിഗണിക്കാൻ പോവുകയാണ്. മിണ്ടിയില്ല, ലോകം അവഗണിച്ചതിനെ യേശു പരിഗണിക്കാൻ പോവുകയാണ്. ഒറ്റ പാട്ട് കൊണ്ട് 2 ആൽബം പാടി, 2 ആൽബത്തിലേക്ക് 3-ാമത്തെ ആൽബത്തിലേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ സ്റ്റുഡിയോ ഇരുന്ന് അറിയാതെ കരഞ്ഞപ്പ, കർത്താവേ ഇതിനൊന്നും ഒരു യോഗ്യനല്ല. ആ സ്റ്റുഡിയോയ്ക്കകത്തോ സൗണ്ട് ബൂത്തിൻ്റെ അകത്ത് ചെന്നിരിക്കാൻ എൻ്റെ ശബ്ദം കൊണ്ട് ഒരു ക്വാളിറ്റി ഇല്ല. പക്ഷെ എന്നെ കൊണ്ടെത്തിച്ചത് എൻ്റെ മേൽ പകർന്ന അനോയിൻറ്റിങ് ആണ്. യൗവനക്കാരോട് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ബീഹാറിലൊരു മിഷണറിയാണ്. എനിക്ക് എൻ്റെ കണ്ടീഷൻസൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു.
ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞോട്ടെ, ഇത്രയും പരിമിതിയുള്ള എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ കണ്ടല്ലോ, പാസ്റ്ററിനെ പിടിച്ചോണ്ട് വന്ന് ഈ ടേബിൾ കാണിച്ച് മൈക്ക് എടുത്ത് തന്ന് ഇത്രയും സമയം പോലും നിങ്ങൾക്ക് വേണ്ട ഇവിടെ നിന്ന് ശുശ്രൂഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പരിമിതിയുള്ള എനിക്ക് ഇത്രത്തോളം ദൈവരാജ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ, ഞാൻ ബീഹാറിൽ ഒരു മിഷനറിയാണ്, എനിക്ക് നോർത്ത് ഇന്ത്യൻ വേലയിലേക്ക് പോകാൻ കർത്താവ് ഒരു ആഗ്രഹം തന്നെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. ഇന്ന് രാവിലെ ഈ ശബ്ദം കേൾക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, ആരോഗ്യമുള്ള താങ്കൾ, നല്ല ശ്വാസമുള്ള താങ്കൾ, കാഴ്ച പരിമിതിയില്ലാത്ത താങ്കൾ, വിദ്യാഭ്യാസമുള്ള താങ്കൾ യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ലോകം കൂടെ ഇല്ലെങ്കിലും യേശു നിന്റെ കൂടെ ഉണ്ടാകും.